30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിൽ ഒരു ചെറിയ കുട്ടിയുണ്ട്. 7 മാസം പ്രായമുള്ളൂ. തൊട്ടിയിൽ കിടന്നിങ്ങനെ കരയുന്നുണ്ട്. നല്ല പനിയുണ്ട് കുട്ടിക്ക്. അപ്പോൾ അവരുടെ വല്യമ്മ മാത്രമേ വീട്ടിലുള്ളൂ. ഉമ്മ ജോലിക്ക് പോയിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ കരച്ചിൽ കൂടി നിർത്താതായപ്പോൾ വല്യമ്മ തൊട്ട് നോക്കുമ്പോൾ ഈ കുട്ടിക്ക് നല്ല പനിയുണ്ട്. അവരുടൻ തന്നെ ആ കുട്ടീനെ എടുത്തിട്ട് റോട്ടിലേക്ക് ഓടുകയാണ്. ആ സമയത്ത് ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന അവരുടെ അയൽവാസിയായ ഒരു ഓട്ടോ ഡ്രൈവറുണ്ട്. അദ്ദേഹം ഇത് കണ്ടിട്ട് ബേജാറായിട്ട് ചോദിച്ചു, എന്ത് പറ്റി, എന്തിനാ ഉമ്മ അങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് തീരെ വയ്യ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ വിശന്ന് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന അദ്ദേഹം ഈ കുട്ടീനെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോവുകയാണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവരുടെ ഉമ്മയെ ജോലി സ്ഥലത്ത് നിന്ന് വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരവിടെ വന്നു. ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് ഏകദേശം 7-8ഓളം ഇഞ്ചക്ഷനുകൾ നൽകി. ആ കുട്ടിയുടെ കരച്ചിൽ നിന്നില്ല. അതിനുശേഷം അവസാനം അവരൊരു ഇഞ്ചക്ഷനും കൂടെ ഇടാം, അതിന് മാതാവിൻ്റെ ഒപ്പ് വേണമെന്ന് പറഞ്ഞ് അവർ മേടിച്ചു. ഈ ഓട്ടോ ഡ്രൈവർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള അയൽവാസികളൊക്കെ വന്നു. അവരെല്ലാവരും ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് അവർ ഒപ്പിട്ട് കൊടുത്തു. അവസാനത്തെ ആ ഒരു ഇഞ്ചക്ഷനിൽ ആ കുട്ടി ഈ 8 ഇഞ്ചക്ഷനോ 9 ഇഞ്ചക്ഷനോ ഇട്ടിട്ടും ഫലിക്കാത്തത് അവസാനത്തെ ആ ഒരു ഇഞ്ചക്ഷനിൽ ആ കുട്ടി ഇതിൻ്റെ എല്ലാത്തിനും കൂടെ കരച്ചിൽ ഒരുമിച്ച് പാസ്സാക്കി. അഥവാ ആ കുട്ടി കരഞ്ഞു. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായി. കാരണം കുട്ടി അനങ്ങുന്നില്ല, കണ്ണൊക്കെ മേലെ പോയിട്ട് 5-ാം പനീൻ്റെ ലക്ഷണമാണ് സംഭവം. അപ്പോൾ ആ സന്ദർഭത്തിൽ ആ കുട്ടീനെ അവർക്ക് തിരിച്ച് കിട്ടുകയാണ്. ഈ ഓട്ടോ ഡ്രൈവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എമ്പതി കൊണ്ടാണ് അവരന്ന് രക്ഷപ്പെട്ടു പോയത്. ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കാതെ അദ്ദേഹം അയ്യോ പാവം സിമ്പതി കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടതില്ല. ആ കുട്ടിയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് സിമ്പതിയാണോ വേണ്ടത്, എമ്പതിയാണോ വേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ഉള്ളിൽ എന്താണ് കൂടുതലുള്ളതെന്ന്. അങ്ങനെ സിമ്പതിയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി എമ്പതിയാക്കി മറ്റുള്ളവരെ കൂടി ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ സഹായ സഹകരണങ്ങൾ എത്താൻ നമ്മളൊരു കാരണമാവട്ടെ. താങ്ക് യു.